SNDP LP സ്കൂളിലെ പച്ചക്കറി കൃഷി ആരെയും അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും PT അംഗങ്ങളും കൂടി ചേർന്നാണ് ഇവിടെ പച്ചക്കറി തോട്ടം ഒരുക്കിയത്. ഇതിന്റെ വിശേഷമാണ് ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ. പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിലെ ഒരു കൊച്ചു ഗ്രാമമാണ് തിരുമേനി. തിരുമേനി ഗ്രാമത്തിന്റെ തിലകക്കുറിയായി തലയെടുപ്പോടെ നിൽക്കുകയാണ് SNDP LP സ്കൂൾ. പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും ഈ സ്കൂൾ തന്നെയാണ് മുന്നിൽ. ഇവിടുത്തെ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ കൂട്ടിയാണ്. നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠനം നടത്തുന്നത്. പാഠ്യവിഷയത്തിലും ഇവർ മുന്നിൽ തന്നെയാണ്. രാവിലെയും വൈകുന്നേരവും മറ്റു ഒഴിവു സമയങ്ങളിലുമാണ് അധ്യാപകർ കുട്ടികളുമായി കൃഷിയിടത്തിൽ ഇറങ്ങുന്നത്. ഒരു വലിയ പച്ചക്കറിത്തോട്ടം തന്നെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ചെറുപുഴ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ഇവർ കൃഷി നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്വന്തമായ രീതിയിൽ പച്ചക്കറി കൃഷി ഇവിടെ നടത്തിയിരുന്നു. ഇക്കൊല്ലം ചെറുപുഴ കൃഷിഭവൻ ഞങ്ങളുടെ ഇത് പ്രയാസം കണ്ടറിഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി ചെറുപുഴ കൃഷിഭവൻ ഞങ്ങൾക്ക് സ്ഥാപന പച്ചക്കറി കൃഷി എന്നുള്ള ഒരു പദ്ധതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം പച്ചക്കറി കൃഷി കുറച്ചുകൂടി വിപുലീകരിച്ചു. പതിനെട്ടിനം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. സ്കൂളിന്റെ ചുറ്റുമാണ് മനോഹരമായ കൃഷിയിടം ഉള്ളത്. കുട്ടികൾ തന്നെയാണ് ഇതിന്റെ പരിചരണം ഏറെയും നടത്തുന്നത്. കൃഷിയിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തുള്ളിനന കൃഷിയാണ് ചെയ്യുന്നത്. ഈ പച്ചക്കറിത്തോട്ടം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ വീഡ് മാറ്റ് എന്ന് പറയുന്ന ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഡ്രിപ്പ് ഇറിഗേഷനാണ്. അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഓസ് കയ്യിലെടുത്ത് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു വാൽവ് ഓണാക്കിയാൽ ഇത് മൊത്തം നനയും. തുള്ളി നനയാണ് ഇവിടെ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ദ്രാവക രൂപത്തിലാണ് വളങ്ങൾ നൽകുന്നത്. ഈ വീഡ് മാറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റു വളങ്ങൾ ഇടാനായിട്ട് സാധിക്കില്ല. പൂർണ്ണമായും ജൈവ രീതിയിലുള്ളതാണ് ഇവരുടെ കൃഷി. ചാണകവും കോഴിവളവുമാണ് പ്രധാനമായും നൽകുന്നത്. മത്തനും കുമ്പളവും ഉൾപ്പെടെ വിളഞ്ഞു കിടക്കുകയാണ്. 1 കിൻഡലിൽ അധികം ഇപ്പോൾ തന്നെ വിളവെടുത്തു കഴിഞ്ഞു. ഇതിന് അടിസ്ഥാന വളമായിട്ട് നമ്മൾ ചാണകം, കുമ്മായം, അതുപോലെ തന്നെ കോഴിവളം എന്നിവ ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് മണ്ണിളക്കിയാണ് വീഡ് മാറ്റ് വിരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 16-18 ഇനം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നമുക്ക് പടർന്ന് വളരുന്ന വിളകളായിട്ടുള്ള കുമ്പളം, മത്തൻ. കുമ്പളത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. 1 കിൻഡലിലേറെ കുമ്പളങ്ങയാണ് നമുക്ക് ഇപ്രാവശ്യം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനിയും കുമ്പളങ്ങ പറിക്കാൻ ബാക്കിയുണ്ട്.
പാവൽ, പയർ, കോവൽ എന്നിവയിൽ നിന്നും നല്ല നിലയിൽ വിളവ് ലഭിക്കുന്നുണ്ട്. കീടത്തിൻ്റെ ശല്യമുണ്ടെങ്കിലും മിക്ക ദിവസവും കോവൽ വിളവെടുക്കുന്നുണ്ട്. അതുപോലെ മത്തൻ, പാവൽ, പയർ, കോവൽ നമുക്ക് ഒന്നരാടം ദിവസം 2 കിലോ വീതം കോവയ്ക്ക ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ പാവൽ നന്നായി കായ്ച്ചു വരുന്നുണ്ട്, പക്ഷേ ഈച്ചയുടെ ശല്യമുണ്ട്. അതുപോലെ നരമ്പൻ, ലോക്കി ധാരാളമായിട്ട് ഇവിടെ നമുക്ക് ആവശ്യത്തിന് മിച്ചത്തിന് ലോക്കിയുണ്ട്. അത് നല്ല കുട്ടികൾക്കൊക്കെ കൗതുകം പകരുന്നൊരു കാഴ്ചയാണ്. നല്ല വലിപ്പമുള്ള ലോക്കിയാണ്. നമ്മൾ കുമ്പളമാണെങ്കിൽ തന്നെ വെറൈറ്റി കുമ്പളം, നെയ്ക്കുമ്പളം, സാധാരണ കുമ്പളം. ഇപ്പോൾ ഇവിടെ വിളഞ്ഞു നിൽക്കുന്ന ഈ ഒരു കുമ്പളങ്ങ തന്നെ ഒരു 8-10 കിലോ വരുന്ന ഒരു കുമ്പളങ്ങ, ഒറ്റ കുമ്പളങ്ങ. അതിൻ്റെ വള്ളി താങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് വല കെട്ടി അതിനെ സംരക്ഷിച്ചിരിക്കുക. വിദ്യാർത്ഥികളെ കൃഷിരീതികൾ പഠിപ്പിക്കാൻ PTA വലിയ സഹായവും ഉണ്ടാകുന്നുണ്ട്. കൃഷിരീതികൾ കുട്ടികൾ പഠിക്കുന്നതിനൊപ്പം നല്ല ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നതിനാൽ PTA വലിയ സഹായമാണ് കൃഷിക്ക് ലഭിക്കുന്നത്. ഒഴിവു സമയങ്ങളിൽ PTA അംഗങ്ങളും കൃഷിയിടത്തിൽ എത്താറുണ്ട്. തിരുമേനി SNDP LP സ്കൂളും ചെറുപുഴ കൃഷിഭവനും കൂടെ സംയുക്തമായിട്ടാണ് ഈ പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത്. സ്കൂൾ PTA കുട്ടികൾക്ക് നല്ല വിഷരഹിതമായ പച്ചക്കറി കൊടുക്കണമെന്ന ഒരു ഉദ്ദേശത്തോടെ ആരംഭിക്കുന്ന ഒരു സ്കീമാണിത്. കൃഷിഭവൻ്റെ സഹായം കൂടിയുണ്ട്. ഈ സ്കീമിലൂടെ കുട്ടികൾക്ക് വിഷരഹിത പച്ചക്കറി കൊടുക്കാൻ മാത്രമല്ല സാധിക്കുന്നത്, കുട്ടികൾക്ക് കൃഷിയോടുള്ള ഒരു അഭിരുചി, പ്രായോഗികമായ ഒരു അനുഭവം നൽകുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. മിക്കവാറും നമ്മൾ പാഠപുസ്തകത്തിൽ കൃഷിയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും കുട്ടികൾക്ക് പ്രായോഗികമായി എങ്ങനെ കൃഷി ചെയ്യണം എന്നത് സംബന്ധിച്ച അനുഭവങ്ങളുടെ കുറവ് നമ്മുടെ വീടുകളിൽ പോലും ലഭ്യമുള്ള കാലത്താണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കണമെന്ന സ്കൂൾ PTA ആലോചിക്കുന്നത്. സ്കൂൾ പ്രധാനാധ്യാപകനായുള്ള സിബി മാഷ് നല്ലൊരു കർഷകൻ കൂടിയാണ്. അപ്പോൾ അത് ഈ പദ്ധതിയുടെ വിജയത്തിനൊരു സഹായകരമാണ്. മാഷ് കൃഷിയെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് കൃഷിയുടെ ഒരു മേൽനോട്ടവും മാഷാണ് മുഖ്യമായിട്ട് നിർവഹിക്കുന്നത്. ഏതായാലും ഇത് കുട്ടികൾക്ക് നല്ലൊരു അനുഭവമാണ്. കുട്ടികൾ വിളവെടുപ്പിനെല്ലാം കുട്ടികൾ കൂടുന്നുണ്ട്, നനയ്ക്കാൻ കൂടുന്നുണ്ട്. അപ്പം അവർക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന അറിവിനൊപ്പം പ്രായോഗികമായിട്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്ന അറിവ് കൂടി സ്കൂളിൽ നിന്ന് ലഭിക്കുന്നു എന്നത് ഈ കാര്യത്തിൻ്റെ ഒരു മേന്മയാണ്. അപ്പോൾ അതിന് നാട്ടുകാരുടെ എല്ലാം നല്ല പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാവണം. അത് നമുക്ക് എല്ലാ വീടുകളിലും ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്ത് നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നാടിനെ എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിലൂടെ സ്വായത്തമാക്കാൻ കഴിയണം എന്നാണ് പറയാനുള്ളത്. വെണ്ടകളാണ് ഇവരുടെ കൃഷിയിടത്തിലുള്ളത്. ഓരോ വെണ്ടയും ഒന്നിനൊന്ന് മെച്ചമാണ്. കൂടാതെ കാബേജും കോളിഫ്ലവറും ഇവിടെ വിളഞ്ഞു നിൽപ്പുണ്ട്. പിന്നെ വെണ്ട, 4 ഇനം വെണ്ടകളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ചുവന്ന വെണ്ട, ആനക്കൊമ്പൻ, പച്ച വെണ്ട, അതുപോലെ സാമ്പാർ വെണ്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ആദ്യം നമ്മൾ കൃഷി ചെയ്താണ്. ഇപ്പോഴും നമ്മളത് ഉപേക്ഷിച്ചു എങ്കിൽ പോലും അതിൻ്റെ ചുവട്ടിൽ വെണ്ടയ്ക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് സാമ്പാറിന് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ കാബേജ്, കോളിഫ്ലവർ സീസൺ ഏതാണ്ട് അവസാനിക്കാറായി എങ്കിൽ പോലും നല്ല വിളവാണ് കാബേജിൽ നിന്നും കോളിഫ്ലവറിൽ നിന്ന് ലഭിക്കുന്നത്.
സ്കൂൾ മുറ്റത്ത് തന്നെയാണ് ചീര കൃഷി ചെയ്യുന്നത്. കുട്ടികൾ വരുമ്പോൾ തന്നെ ഇത് കണ്ടാണ് സ്കൂളിലേക്ക് കയറുന്നത്. ചട്ടികളിലാണ് ചീരകൃഷി നടത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ചേമ്പും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ചീര 75 ചട്ടി ചീരയാണ് നമ്മൾ ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ടുള്ളത്. അത് സ്കൂളിൻ്റെ മുൻവശത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ വേറൊരു പുതിയ ചീര ഐറ്റം കൂടി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് വള്ളി പോലെ പടർന്നു കയറുന്നതാണ്. അത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അത് നിറയെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ചേമ്പ് 2-3 തരം ഇലച്ചേമ്പുകൾ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സീസൺ അവസാനിച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല നിലയിൽ തന്നെ വാഴകൃഷിയും ഇവിടെയുണ്ട്. പ്രധാനമായും മഞ്ചരിക്കുള്ളൻ വാഴയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ആദ്യഘട്ട വിളവെടുപ്പ് കഴിഞ്ഞു. ഇപ്പോഴും വാഴകൃഷി തുടരുകയാണ്. പല ഇനം വഴുതനയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് വാഴ. നമ്മൾ ഇപ്പോഴീ കാണുന്ന വാഴകളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസത്തിൽ വെച്ചിട്ടുള്ള വാഴയാണ്. മഞ്ചരിക്കുള്ളൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട വാഴയാണ്. അത് 6-ാം മാസം മുതൽ കൊലച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് അതിൻ്റെ പിന്നിൽ കാണുന്നത് കഴിഞ്ഞ ആഗസ്റ്റിൽ വെച്ച വാഴയാണ്. അത് ഇപ്പോൾ കൊലച്ചിട്ടുണ്ട്. 8 പടല വരെ അതിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഇവിടുത്തെ പച്ചക്കറി കൃഷി പോകുന്നത്. അതുപോലെ പപ്പായ, ആവശ്യത്തിന് പപ്പായാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. നോക്കുക, ആ റെഡ് ലേഡി പപ്പായ ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നമ്മളെ ഏത്തക്കൊല നമ്മുടെ ഉച്ചഭക്ഷണ രീതിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സാമ്പാറിനും എല്ലാ കറിക്കും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം. ഇത് നിങ്ങൾ കാണുക. വഴുതനയാണെങ്കിലും 3-4 ഐറ്റം വഴുതന ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. നീല വഴുതനയുണ്ട്, അതുപോലെ തന്നെ പച്ച വഴുതനയുണ്ട്, പിന്നെ കൂട്ടമായിട്ട് കായ്ക്കുന്ന ഒരു വയനാട്ടിൽ നിന്ന് ലഭിച്ച ഒരു വിത്തുണ്ട്. തക്കാളിക്ക് മാരകമായ രോഗങ്ങളുണ്ട്. അതുകൊണ്ട് തക്കാളി കായ്ച്ചതിന് ശേഷം പോലും അത് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. എങ്കിലും ബാക്കിയുള്ള വിളകളൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ അത് ഉണ്ടായിട്ടുണ്ട്. കൃഷിയോട് താല്പര്യമുള്ള കുട്ടികൾ എല്ലാം കൃഷിയിടത്തിൽ എത്താറുണ്ട്. മത്തനിൽ പരാഗണം നടത്തുന്നതും കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ സ്കൂളിൽ പച്ചക്കറികളൊന്നും തന്നെ പുറത്തുനിന്നും വാങ്ങാറില്ല. ഇവിടെ വിളയുന്ന പച്ചക്കറികൾ മാത്രമാണ് ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് ഇവിടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കാണ് അക്കാദമിക പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നലെ വരെ ഞങ്ങൾ LSS പരീക്ഷയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇത് കുട്ടികൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ അവർ വന്ന് സഹകരിക്കുന്നുണ്ട്. അവർക്ക് പറ്റുന്ന പോലെയുള്ള നനയ്ക്കുക, ഇത് പൊതിഞ്ഞു കെട്ടാനൊക്കെ സഹായിക്കും. പിന്നെ അവരെ ആവുന്ന പരിചരണം അവരെ സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ്. അതുപോലെ മത്തങ്ങയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൊതിഞ്ഞ് കെട്ടി വയ്ക്കുക. കൃത്രിമ പരാഗണം നടത്താൻ വരെ ഇവിടുത്തെ കുട്ടികൾ പഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 4-ാം ക്ലാസ് വരെയുള്ളൊരു സ്കൂളാണ്. ഏതായാലും ഇത് നിങ്ങൾ കാണുക. നല്ല രീതിയിൽ നമുക്ക് ഇത് ഉച്ചഭക്ഷണ രീതിയിലേക്കാണ് നമ്മളിപ്പോൾ ഇത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണത്തിന് പുറമേ നിന്ന് പച്ചക്കറികൾ വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. ജൈവ കീടനാശിനികളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ പലപ്പോഴും ജൈവ കീടനാശിനികളൊക്കെ ഏക്കാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, ഈ മുളക് നിങ്ങൾ നോക്കുക, അത് ഇപ്പോൾ ധാരാളമായി കായ്ക്കേണ്ട സമയം, പക്ഷേ അതിൻ്റെ ഇല ചുരുളുന്ന ഒരു രോഗം ഉണ്ട്. വിഷരഹിത പച്ചക്കറികൾ ഉച്ചഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും കാർഷിക സംസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുമായി സ്കൂളുകളിൽ അടുക്കള പച്ചക്കറി തോട്ടങ്ങൾ നിർമ്മിക്കണമെന്ന് സർക്കാർ ഉത്തരവുണ്ടെങ്കിലും അത് പലരും നടത്താറില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കി നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കുകയാണ് ഈ സ്കൂളിലെ അധ്യാപകരും PTA-യും. നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം.
മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിംഗ്, കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ വർക്കുകൾ, പ്ലാൻ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ, ഡോക്യുമെന്റേഷൻ, ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും 100% വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു. ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക്, ചെറുപുഴ. 9400557109.